നാരായണ ശരി പേര് വിളിച്ചപ്പോ എണീച്ചല്ലോ. ഇത് എന്തുറക്കോടാ? മയങ്ങിപ്പോയി. നല്ല മയക്ക. ഇപ്പൊ ഒന്ന് കിടന്നോളാ. എപ്പോ? സന്ധ്യ. അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ എന്താണെന്നറിയാം? ഉറങ്ങിപ്പോയി. നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ, നത്ത്. നത്ത് നിന്റെ തന്ത ഇടിയന്റെ. ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു. കിട്ടിയ മുഴുവൻ തീർത്തു ഇല്ലേ? പിന്നെ കാശ് കീശയിലുണ്ടേ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ. നോക്കട്ടെ, കാശുണ്ട്, നോക്കട്ടെ, കാശുണ്ടെന്നേ നോക്കട്ടെ. ഒരുപാടുണ്ടല്ലോ. 1 രൂപ 45 പൈസ. ഇനി ആരെങ്കിലും പിപ്പിടി കാണിച്ച് കാശ് കിട്ടണവരെ മിടുങ്ങാൻ എന്തോ ചെയ്യും? എന്റെ കുടുംബത്തോട് മീൻകറി ചോദിച്ചോട്ടെ, പച്ച വെള്ളം ഞാൻ തരത്തില്ല. ഞാൻ വരുന്നില്ല. പോരെ. എടാ, ഇനിയെങ്കിലും പഠിക്കേ, മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക്. ഒരു പുണ്യാളച്ചൻ. നീ എന്നാടാ മനുഷ്യന്മാരായത്? നമ്മൾ ഒരുമിച്ച് വരെ പയറ്റിയതല്ലേ? ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം. ജീവിച്ചോ? എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ടങ്ങ് ചാവ്. എടാ ചത്താ നീയൊന്നും തിരിഞ്ഞു നോക്കണ്ട പുല്ലേ. ചോറ് കളയതുണ്ട് മോളെ. ഇന്ന് എന്താ അത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ നാരായണനെ കണ്ടിരുന്നു. എന്നിട്ട് പിണങ്ങിയല്ലേ? പിണങ്ങിയൊന്നുമില്ല. ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കൈ കാശുമില്ല. കുറച്ച് ചോറും കൂടാനെടുത്ത് വെച്ചേക്ക്, ചിലപ്പോ വരും. പിണങ്ങിയാ പോയതെങ്കിൽ ഇനി വരണ കാര്യം സംശയ. ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അല്ലെങ്കിൽ ആരുടെങ്കിലും കൈ കൊടുത്തേക്കാം. എന്നാ കൊണ്ടു കൊടുത്തേക്കാ, നല്ലത്. അല്ലെ തിരിച്ചു കൊടുത്തായിരിക്കും. ചത്താലും വാശി കൊടുത്തില്ലല്ലോ. എന്തിനാ വന്നേ? എനിക്ക് തോന്നിട്ട് അന്ന് വാങ്ങിച്ചെന്ന വണ്ടി ചീത്തയായി പോയി. അത് പോട്ടെ, മാമൻ അതിനേക്കാളും വലിയൊരു വണ്ടി വാങ്ങിച്ചു കേട്ടോ. ഇപ്പൊ വാങ്ങിച്ചു തരുമോ? ഇപ്പൊ വാങ്ങിച്ചേരും. മാമന്റെ കയ്യിൽ നോട്ടടിക്കി വെച്ചിരിക്കല്ലേ? കാശ് ഇന്ന് വരും നാളെ പോവും അല്ലേ മോളെ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിചാരം കാശ് കുടുക്കയിലിട്ട് കുലുക്കിയ ഇരട്ടിയാവുന്ന. അത് പൂത്തു പോകൂലേ? മോള് പറ, കാശ് എന്തിനുള്ളതാ? പൊട്ട് വാങ്ങാം, വള വാങ്ങാം, മാല വാങ്ങാം, ബീഡി വാങ്ങാം, ചായ വാങ്ങാം, വെള്ളം വാങ്ങാം. അങ്ങനെ ചെലവാക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തയ്ക്കില്ല. ആയിക്കോ, ആർക്കാ ഛേദം? ദാ ചോറുണ്ട്. എനിക്ക് വിശപ്പില്ല, ഞാനുണ്ട്. രണ്ടും കൂടി പറയരുത്. ഒന്നെങ്കിൽ വിശപ്പില്ലാന്ന് പറയാ, അല്ലെങ്കിൽ കഴിച്ചെന്ന് പറയാ. വീര്യം കാണിക്കണ്ട. നല്ല മീൻകറിയാ. കൊടമ്പുളി ഇട്ട് വെച്ച നല്ല അസല മീനാ. ദാ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കളാം കേട്ടോ. കഷ്ടപ്പെട്ട് തിന്നണ്ട. ഞാൻ നാണയില്ലാണ്ട് വെട്ടിവഴിങ്ങുന്ന നീ നിന്റെ കെട്ടിയോട് ചെന്ന് പറയണ്ട. ഓ, എന്റെ കെട്ടിയോൻ അറിയാൻ പാടില്ലാത്ത ഒരാള്. വാ മോളെ, ടാറ്റ പറ മോളെ. വണ്ടിയിലാരെയും മറക്കില്ല കേട്ടോ. നത്തിന്റെ അച്ഛൻ കളിപ്പിക്കല്ലേ? ഓടണ്ട പപ്പാതി. നത്തിന്റെ അച്ഛൻ
സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് 50-50. അതിന് പള്ളി പോയി പറഞ്ഞാ മതി. ഓടണം. പിടി കിട്ടിയല്ലേ? കിട്ടാവിടെ പോനാ, ഞാൻ വിടുവോ? കാര്യമില്ലാത്ത കാര്യം തല്ലൂറെ കൊണ്ടു. സാരമില്ല, എന്നാ ബാഗ്. വളരെ നന്ദിയുണ്ട്. പോയി എന്നാ വിചാരിച്ചത്. പോയാലെന്താ അതിനകത്ത് പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതെവിടെ ഇരുന്ന്? ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടമുണ്ട്. കൊളുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ. ഭാഗ്യം പോയില്ല. വേറൊന്നും തോന്നരുത്. ഇത് മരുന്ന് വാങ്ങിക്കാൻ തയ്യല്ലോ. ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളൂ, മറക്കില്ല. ഓ ധാരാളായി. ഇനിയിപ്പോ വിശപ്പം താവൊന്നും ഉണ്ടാവില്ലോ. ഏതായാലും ബാഗ് കിട്ടില്ലേ, പെങ്ങള് പോ. നമ്മള് തല്ലുകൊണ്ട് മിച്ചം. എന്താ ഇത്ര വൈകിയത്? ഓ ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി. എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിയിട്ട് ഞാനത് ഊരി ബാഗിലിട്ടു. ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുത്തൻ ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. എന്നിട്ട് കിട്ടി. ഹലോ, അതെ സാർ ജോലി തിരക്കിലാണല്ലോ. ഓ കൊടുക്കാം. സാറേ സാറേ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ. വീട്ടിൽ നിന്ന് ഭാര്യയാണ് സാർ. ഹലോ, എന്താ ത്രേസ്യാമ്മേ? ഇല്ല, ഞാനൊരു ഫയല് നോക്കിയായിരുന്നു. ഇന്ന് എത്താൻ പറ്റില്ല. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ ഞാൻ. അതെന്താ മനസ്സിലാക്കാത്തെ? കാറ് വർക്ക്ഷോപ്പിലായത് എന്റെ കുറ്റാണോ? ഒരു ടാക്സി വിളിക്ക്. പിടിച്ച് പറിക്കാൻ പറ്റുമോ? തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വൈഫ് വൈഫ് വൈഫ്. ഞങ്ങള് കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിയരുത് സാറേ. ഞാൻ പിഴിഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ എന്നായിട്ട് ഇങ്ങനെ കുരങ്ങളിപ്പിക്കണേ? മനസ്സിലായില്ല. കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നോ അതോ നിങ്ങൾ കുരങ്ങനെ കളിപ്പിക്കുന്നോ? ആ കുരങ്ങന്നെ പാമ്പിനെ പിടിച്ച പോലെയായി. ഒന്നുകിൽ കുരങ്ങി ആവണം, അല്ലെങ്കിൽ ഞാൻ ചാവണം. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. നിങ്ങളുടെ പുതിയൊരു എ ഇല്ലേ, ഒരു മൊഷടൻ. അയാളുടെ ഉദ്ദേശം എന്താ? കോൺട്രാക്ടർമാരെ നശിപ്പിക്കണമെന്നാ. എല്ലാവരും കൂടി ഒത്തു കളിക്കായിരിക്കും അല്ലേ? അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ? നടത്തിക്കോട്ടെ. ചുക്കിനും ചുണ്ണാമ്പിനും ഒക്കെ കയറി ഇടപെടണമെന്ന് വെച്ചാ ഞങ്ങൾ വെയിലുള്ളത് പുണ്യത്തിനൊന്നും അല്ല. കാണേണ്ടവരൊക്കെ കാണേണ്ട പോലെ കാണുന്നുണ്ട് ഇല്ലേ? അത് പോട്ടെ. എന്താ അയാൾ പറയണേ? ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ. സിമന്റ് പോരാ, കമ്പി പോരാ, കട്ട നാലാന്തരം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം. അയാൾക്ക് എന്താ വീക്ക്നെസ് വെച്ചാൽ അതങ്ങനെ കൊടുത്തേക്ക്. കള്ള് വേണ്ട, കാശ് വേണ്ട, പെണ്ണ് വേണ്ട. വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു. മ്യൂസിക്കാണത്രേ, മ്യൂസിക്. താൻ എന്റെ നെറുക പൊളിക്കും. കൊട പിടിക്കണമെന്ന് പറഞ്ഞില്ലടോ സാർ വെയില്. എന്നാ പണിക്കാർക്കെല്ലാം ഓരോ കൊട പിടിച്ചു കൊടുക്കും. ശ്രമിക്കാം സാർ. ഓരോ ഓലക്കൊട കൊടുക്കാം. അതാകുമ്പോ തല വെക്കാലോ. തന്നെ കളിയാക്ക? അയ്യോ, സാർ പറഞ്ഞാൽ ഏതാണ് കളി ഏതാണ് കാര്യം എന്ന് മനസ്സിലാവില്ല സാർ. അശോക ഉടക്കരുത്. അയ്യോ അല്ല സാർ, പണിത് രണ്ടാമത് പൊളിച്ചു പണിന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ. ഞാൻ പറഞ്ഞു കളിയായിരിക്കുമെന്ന്, പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന്. അത് ഞാൻ മനസ്സിലാക്കി തരാം. ബില്ലിൽ ഞാനൊരു ഒബ്ജക്ഷൻ എഴുതി വെച്ചാലേ വെള്ളം കുടിക്കും. വെള്ളം വെള്ളോ? സർവത്തന്നെ ആയിക്കോട്ടെ. 2 സർവത്തുണ്ടടാ. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും. മ്യൂസിക് എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ. അല്ല സാർ, ഏതാ എന്റെ രാഗം? കഴുതരാഗം. എന്താ ഇത്ര വൈകിയേ? നോക്കി നോക്കി കണ്ണു കഴിച്ചു. എന്നും കുടിച്ചുല്ലേ? കുറച്ച്. ഒരു കമ്പനി ഉണ്ടായിരുന്നു ഓമനെ. എന്നും ഉണ്ടല്ലോ കമ്പനി. എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടല്ല എന്ന് ആര് പറഞ്ഞു? എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. എപ്പോ? പിന്നെ മമ്മി ക്ലബിൽ പോയിരിക്കേ ഡാഡി. ആ നിന്നോട് ഇത്തിരി തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ കുഞ്ഞെ.
ഡാഡിക്ക് പറഞ്ഞൂടെ ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന്? പറയണം. മമ്മി ഇല്ലാത്തപ്പോ അടുക്കളയിൽ തന്നെ ഇരുന്നാ മതി. ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഓ, ഒരു മമ്മിയും കുമ്മിയും. ഓമനെ, എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? എന്റെ അടുത്തേക്ക് വന്നാലെന്താ? ഇത്ര വെറുപ്പായോ? ത്രേസ്യാമ്മ ഇപ്പൊ വരും. റൂബിയുടെ കണ്ണും വെട്ടിച്ച് ഞാനിവിടെ എത്തിയത് കർത്താവിന് എനിക്ക് മാത്രമേ അറിയൂ. ഇതിനു മുമ്പും കണ്ണുവെട്ടിച്ചാണല്ലോ വരാറ്. അന്നൊക്കെ എന്തൊക്കെ ചക്ര വർത്താനങ്ങളാ പറയാറുള്ളത്. ഇപ്പൊ എന്നെ കണ്ടൂടാ. എനിക്കറിയാം. കരയല്ലേ? എന്നെ ചതിക്കരുത്. അപ്പൊ എന്നെ ചോദിച്ചതോ? ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ? അങ്ങനെ പറയല്ലോ ഓമനെ. എന്റെ പുണ്യാളോ, വിടാൻ പറഞ്ഞില്ലേ? ഞാൻ വിടില്ല. വന്നാടല്ലോ എല്ലാം. വരുന്നു. വായിച്ചു നോക്കൂ. കത്ത അത് മുഴുവൻ തകർത്തു. നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് പരിഗണത്? ഒരു ഗുളിക കഴിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ. എനിക്കൊന്ന് പുറത്തിറങ്ങട്ടെ. ആ പെണ്ണിന്റെ ഓമന. ആവോ, പറ്റിയ സാധനം. ഇങ്ങനെ വൃത്തിയും വെടുപ്പില്ലാത്തൊരു ജന്തു. ഒന്ന് മാറി എനിക്ക്. ഏത് നേരം നോക്കിയാലും ഉറക്ക അസത്ത്. ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടായില്ലടി. വെള്ളം വേണമെങ്കിൽ എന്നോട് പറയണ്ടേ? പ്രിയപ്പെട്ട ചോട്ടന് ഗാമുകി ഓമന എഴുതുന്നത്. 2 ആഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട്. എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നോട് വെറുപ്പാണോ ചോട്ടാ? എന്നെ വറുക്കരുത്. പാവം, വെറുക്കരുത്, സ്നേഹിക്കണം. ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മാസക്കളി തെറ്റി. എന്റെ മാസക്കുളി തെറ്റി. ഞാൻ ഗർഭിണിയാണ്. എന്റെ പുണ്യാണ്. ഓമനെ, ഡി പൊട്ടി ഇവിടെ ജനലേക്ക്. സത്യാണോ നീ എഴുതിയത്? അമ്മയാണോ സത്യം? എന്റെ ജീവിതം തൊലച്ചല്ലോ നീ. ഞാനോ? രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കേറി വന്നിട്ട് ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. ഓമനെ, നീ കടുങ്കൈ ചെയ്യരുത്. അങ്ങനെ നിർബന്ധാണെങ്കിൽ പുറത്ത് പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട്. അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളമുണ്ട്. ആഹാ, അങ്ങനെ ഞാൻ ചാവുമൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ, നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. എന്റെ ഓമനെ, എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം. ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? എന്റെ ഒഴിച്ച് വേറെ ആരെങ്കിലും പേര് പറയും. പേര് പറഞ്ഞാ പോരല്ലോ, ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണ്ടേ? ചൂണ്ടിക്കാണിക്കണം എന്തത്തെ നിർബന്ധം? യോണി, അയ്യോ ത്രേസ്യാമ്മ.